ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീത രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 3 ദിന ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രൈസ് ദി ലോർഡ് സജീവ്, ഹല്ലേലൂയ, കാക്കാമുല PMG സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജീവ്, അതുപോലെ പാസ്റ്റർ ജോബിൻ ജോസഫ്, മറ്റനുഗ്രഹീത ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നു മുതൽ 3 ദിനം നാം ദൈവസന്നിധിയിൽ കഴിവതും എല്ലാവരും 3 ദിവസവും ഉപവസിക്കുന്ന അനുഭവത്തിലായിരിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രായമുള്ളവരെ ഒന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും തീരുമാനവും അനുസരിച്ച് മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. എന്നാൽ കഴിവതും യൗവനക്കാരും ഒരുവിധം പ്രായം കുറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ 3 ദിനം ഉപവസിപ്പാൻ തീരുമാനമെടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പതിവ് പോലെ ഉള്ള ഒരു ക്രമം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ചില ദൈവദാസന്മാർ വന്ന് ദൂതോ ആലോചനയോ വചനമോ പറഞ്ഞു പോയിട്ട് പോകും എന്നുള്ളതുമല്ല. ദൈവം നമ്മെ തൊടുവാനിടയാകണം. ദൈവം നമ്മുടെ സഭയെ അനുഗ്രഹിപ്പാനിടയാകണം. ഒരു ഉണർവ് എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. ഒരു വ്യത്യാസമുണ്ടാകണം. ഈ പട്ടണത്തെ ദൈവം ഉണർത്തണം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ആരാധന ഇവിടെ വെളിപ്പെടുമ്പോൾ ദേശത്തെ അന്ധകാര ശക്തികൾ ശാസിക്കപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. നാം അങ്ങനെയെങ്കിൽ ആത്മാവിൽ നിൽക്കുമ്പോൾ ഒരു ശത്രുശക്തി നമ്മെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ കൃപ നമ്മെ പൊതിയുവാനിടയാകും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ ദിനങ്ങളിൽ നമുക്കായിരിക്കാം. ദേശത്തൊക്കെ വലിയ സംഭവങ്ങൾ ഇന്നും നാം കേട്ടല്ലോ. ഗുജറാത്തിൽ ഹല്ലേലൂയ ഒരു പ്ലെയിൻ ഹല്ലേലൂയ ക്രാഷ് ഉണ്ടായി. 300ഓളം ആൾക്കാരാണ് ഉള്ള ഒരു വിമാനമാണ് വീണത്. മാത്രമല്ല വീണ ഭാഗത്തെ ഹോസ്റ്റലിലുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ മറ്റോ പഠിക്കുന്ന കുട്ടികൾ ധാരാളം വെന്ത് മരിപ്പാനിടയായി. അങ്ങനെ അനേക അനർത്ഥങ്ങൾ ദേശത്ത് നടക്കുമ്പോൾ ദൈവം നമ്മയും നമുക്കുള്ളവരെയും സൂക്ഷിച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ രാത്രി കാലമായിരിക്കാം. നിശ്ചയമായി ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം നിശ്ചയമായി നമ്മോട് ഇടപെടുവാനിടയാകും. ദൈവം സംസാരിപ്പാനിടയാകും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ദൈവം പകരുവാനിടയാകും. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഹല്ലേലൂയ സജീവാണ് നമ്മുടെ മധ്യയിൽ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കല്ലിയൂർ കാക്കാമല സഭ സജീവ്. പ്രൈസ് ദി ലോർഡ്. കല്ലിയൂർ കാക്കാമല സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സജീവാണ് നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ നമുക്കാരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ സഭയുടെ മെമ്പറാണ്. അപ്പോൾ തന്നെ കർത്താവ് തന്നെ വിവിധ നിലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ജൂൺ മാസത്തെ 3 ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ മാതൃസഭയോട് ചേർന്ന് ഉപവസിപ്പാനും പ്രാരംഭ സെക്ഷനിൽ നിങ്ങളുടെ മധ്യേ കർത്താവിൻ്റെ മാറ്റമില്ല വചനവുമായി നിൽപ്പാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർ, പ്രത്യേക സഭയുടെ പ്രധാന ശുശ്രൂഷകനും സ്തോത്രം, നമ്മുടെ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി, ഞാൻ ശുശ്രൂഷിക്കുന്ന കാക്കാമല ദൈവസഭയുടെ നെയ്യാറ്റിൻകര ഡിസ്ട്രിക്ട് പാസ്റ്റർമാരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി വെങ്കോഷി അവർകൾ, ഞാൻ സഹോദരൻ സ്നേഹിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫ്, ഈ ദൈവസഭയിലെ കുഞ്ഞുങ്ങൾ, എല്ലാ മാതാപിതാക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരാൻ അരുളി ചെയ്ത് യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം നൽകുന്നു. കർത്താവ് നിങ്ങളെ ഇന്ന് രാത്രികാലം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രികാലമായിരിക്കാം കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരും. നമ്മുടെ ജീവിതത്തിലും അത് വലിയൊരു വിടുതലിൻ്റെ കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ മാസം കല്ലിയൂർ കാക്കാമൂല എന്ന ദൈവസഭയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുമായി ചാർജ് എടുപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. കഴിഞ്ഞ 3 വർഷക്കാലം പയ്യാട് സഭയിലായിരുന്നു. സ്തോത്രം. കഴിഞ്ഞ മാസത്തെ ഈ മെയ് മാസത്തെ 3 ദിവസ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവസഭയിൽ കടന്നു വന്ന് ഉപവസിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരമൊരുക്കി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കടന്നുപോയ സഭയിൽ തന്നെ കർത്താവ് വലിയൊരു ചലനം കർത്താവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിച്ച ഞങ്ങളുടെ ദൈവസഭയിലെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ പിതാക്കന്മാർക്കും, എല്ലാ മാതാക്കൾക്കും ഞങ്ങൾ കുടുംബമായുള്ള
നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഏറ്റവും അനുഗ്രഹമാണ്, വിടുതലാണ്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിലും, ഞങ്ങളുടെ കുടുംബജീവിതത്തിനെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നെ ഈ സെക്ഷനിൽ ശുശ്രൂഷയ്ക്കായി വിളിച്ച ദൈവദാസനും ഉള്ള നന്ദിയും ഒരു പ്രാവശ്യം കൊണ്ട് അറിയിച്ചുകൊണ്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൂതലേപ്പ് വേഗത്തിൽ ഞാൻ കടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാല ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്ത യെശയ്യാ പ്രവചനം 55-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 55-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹമേറിയ നല്ല വചനങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ, ഇന്ന് രാത്രികാലത്തെ ഒരു ശബ്ദം ദൈവത്തോട് ചോദിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നൽകിയ ശബ്ദം ഇതുതന്നെയാണ്. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികളെന്ന് പറയുന്നത്, നമ്മുടെ വിചാരത്തെക്കാളും നമ്മുടെ വഴികളെക്കാളും ഉയർന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വഴിയും ദൈവത്തിൻ്റെ വിചാരങ്ങളുമെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വളരെ സുപരിതമായ ഒരു വാക്യമാണ് വായിച്ചത്. യെശയ്യാ പ്രവചനം 55-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, യഹോവയുടെ ശബ്ദമാണ്. ഇന്ന് രാത്രികാലം നമ്മൾ വായിച്ചു. വളരെ സുപരിതം. ഒത്തിരി മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഇത് രാത്രികാലം കർത്താവ് നൽകിയൊരു ചിന്ത ഇതാണ്. നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിക്കുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളൊക്കെ തെറ്റിക്കുന്നതാണ് ദൈവത്തിൻ്റെ പാദപീഠം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, സ്തോത്രം, നമ്മുടെ ഹിതമല്ല, ദൈവം എന്താണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനിടയായിത്തീരും. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാനിടയായിത്തീരണം. യെശയ്യാ പ്രവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഇതൊരു മിനി ബൈബിൾ എന്നാണ് പറയപ്പെടുന്നത്. യെശയ്യാ പ്രവചനം ഏകദേശം 66 പുസ്തകങ്ങളുള്ള 66 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവചനം. ഇതിൻ്റെ ആദ്യത്തെ 39 അധ്യായങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രം ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായ അധപതിച്ചു പോയ ജനത്തെ തിരിച്ചു മടങ്ങി വരണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് ആദ്യത്തെ 39 അധ്യായം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള 27 അധ്യായങ്ങൾ ജനത്തിന് മാനസാന്തരപ്പെടുന്ന ജനത്തിന് അനുഗ്രഹങ്ങളും ദൂതുകളും കൈമാറുന്ന പ്രവചനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്തോത്രം, അതുമാത്രമല്ല 1-ാമത്തെ അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്ന യഹോവയായ ദൈവം പറയുകയാണ്, സ്തോത്രം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ എന്ത് ചെയ്തു? മക്കളെ പോറ്റി വളർത്തി. ഒന്ന് നോക്കണമേ, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്, താൻ സൃഷ്ടിച്ച തൻ്റെ മക്കളായ തൻ്റെ മക്കൾ പാപം ചെയ്ത് പുറകോട്ട് പോയപ്പോൾ ദൈവത്തിന് പറയാൻ ആകാശത്തോടും ഭൂമിയോടുമാണ് ദൈവത്തിന് പരാതി പറയാനുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്തോത്ര, ഒരു മനുഷ്യനോടും ദൈവത്തിന് പരാതിയില്ല, ഒരു മനുഷ്യനോടും ദൈവത്തിന് പരാതി പറയാനല്ല. ദൈവം പറയാണോ, ആകാശമേ കേൾക്ക, ഭൂമിയെ നീ എന്ത് ചെയ്യുക? ചെവി തരിക, ഞാൻ എന്ത് ചെയ്തു? മക്കളെ പോറ്റി വളർത്തി. ഇതിൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ ജനം പാപം ചെയ്ത് പുറകോട്ട് പോയപ്പോൾ ആകാശത്തെ നോക്കി ഭൂമിയെ നോക്കിയും യഹോവയുടെ അരുളപ്പാട് വിളിച്ചു പറയുകയാണ്, തൻ്റെ വേദന പങ്കുവെക്കുകയാണ്. ആരുടെ? ഒരു മനുഷ്യൻ്റെ അല്ല, ദൈവത്തിൻ്റെ വേദന പങ്കുവെക്കുകയാണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്ത് പുറകോട്ട് പോയിരിക്കുകയാണെന്ന് ദൈവം ഹൃദയം അനുതപിക്കുകയാണ്. സ്തോത്രം. 1-ാം അധ്യായം തന്നെ തുടങ്ങുന്നത് അനുതാപത്തോടെയാ. എന്നാൽ 2-ാം അധ്യായത്തോട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാ, നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാനിടയായി തീരും.
ഒന്നാമത്തെ അധ്യായം ഹൃദയം കൊണ്ട് വേദനിക്കുമ്പോഴും 2-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ദൈവം പറയുകയാണ്, എൻ്റെ തലമുറ, എൻ്റെ മക്കൾ പാപം ചെയ്തിരുന്നാലും അവർക്കൊരു മടങ്ങി വരവുണ്ടെങ്കിൽ അവരുടെ പാപം കടും ചുവപ്പായിരുന്നാൽ ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തനായ ദൈവമെന്ന് തൻ്റെ മക്കളെ നോക്കി യഹോവയെ ദൈവം അരുളി ചെയ്യുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സെക്ഷനിൽ, പ്രാരംഭ നിമിഷങ്ങളിൽ ദൈവവൈതലേ, ഒരു മടങ്ങി വരവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നത് ദൈവം ആഗ്രഹിക്കുമ്പോൾ ആര് തന്റെ ഹൃദയം കൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് തീരുമാനിക്കുവോ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനായ കർത്താവാണ്. അങ്ങനെ ഓരോ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ തൻ്റെ ജനത്തിന് താക്കീത് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അധ്യായങ്ങൾ കഴിഞ്ഞ് ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോന്ന് എടുത്തു പോയ സമയം പോകും. 55-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ ഹൃദയം തുറന്നാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം എങ്ങനെ സംസാരിക്കുന്ന? ഹൃദയം തുറന്നാ സംസാരിക്കുന്നത്. അതാ വചനം പറഞ്ഞു, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവളോട് ഞാൻ എന്ത് സംസാരിക്കും? ഹൃദ്യമായി സംസാരിക്കും. സ്തോത്രം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാ. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ ഹൃദ്യമായി സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഹൃദ്യമായിട്ടാണ്. ഹൃദയം തുറന്ന ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരു മറവായിട്ടല്ല, മറച്ചു വെച്ചിട്ടല്ല, ഇച്ചിരി അല്ല, പിന്നെയോ ഹൃദയം തുറന്ന ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഹൃദയം തുറന്നൊരു ഒരു മണ്ഡലം ദൈവത്തിന്റെ സന്നിധി നാം കൊടുക്കാൻ ഇടയായി തീരണം പ്രിയപ്പെട്ടവരെ. സ്തോത്രം. 6-ാമത്തെ അധ്യായം 55-ാമത്തെ പ്രവചനം 6-ാമത്തെ ഇതിൽ കാണുന്നത് എങ്ങനെയാണ്? യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുക? വിളിച്ചപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മെസ്സേജിലോട്ട് വരട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിന്റെ ഹിതങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ വിചാരങ്ങളൊക്കെ നമ്മുടെ വിചാരത്തെക്കാൾ ഉയർന്നു നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നമ്മൾ വായിച്ചു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ദൈവത്തെ എന്ത് ചെയ്യണം? അന്വേഷിക്കണമെന്നാ. ദൈവത്തെ അന്വേഷിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കർത്താവ് സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നു? നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ദൈവത്തിന് തന്നെയാ. നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തെ നമ്മൾ അന്വേഷിക്കേണ്ടത്. ആവശ്യത്തിന് മാത്രം അന്വേഷിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. പിന്നെയോ ഏത് സമയത്തും ഏതവസ്ഥയിലും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കുന്നവരായിട്ടല്ല നമ്മുടെ ജീവിതം തീരേണ്ടത്. എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല സ്തോത്രം അന്വേഷിക്കേണ്ടത്. നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞെന്തോ ഇരിപ്പുണ്ട്. സ്തോത്ര. അവൻ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി എന്ത് ചെയ്യും? ഓടി അടുത്ത് വന്നിട്ട് അതുവരെ ഇല്ലാത്തൊരു സ്നേഹം കാണിക്കും, എന്നോട് കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. അതൊക്കെ കാണുമ്പോൾ എനിക്കറിയാം അവൻ എന്തോ നേടാൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയല്ലേ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത്. എന്തെങ്കിലും നേടാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒന്ന് കൂടുതലായിട്ട് അടുത്തിരിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്നാ കിട്ടിക്കഴിഞ്ഞാലോ? അതല്ലേ 12 വർഷം രക്തസ്രാവം ബാധിച്ച സ്ത്രീ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ പോകാൻ വേണ്ടി ശ്രമിച്ചു. ഒന്നെ കർത്താവ് പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. സ്തോത്രം. ആരോ എന്നെ. കർത്താവിന്റെ കയ്യിൽ നിന്നും ശക്തി, അല്ലെ കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവളുടെ ശരീരത്തിലേക്ക് കയറി വന്ന് അവളുടെ ജീവിതത്തിന് വിടുതൽ നടന്നപ്പോൾ പിന്നെ അവൾ പുറകിൽ കൂടെ പോകാൻ ശ്രമിച്ചപ്പോൾ തമ്പുരാൻ പറയുക, ആരോ എന്നെ തൊട്ടു. സ്തോത്രം. ആരോ എന്നെ തൊട്ടു. അവൾ തൊട്ടവൾ സ്തോത്രം തൊട്ട് സൗഖ്യം പ്രാപിച്ചപ്പോൾ കർത്താവിന്റെ മുന്നിലേക്ക് വരാനിടയായി തീർന്ന് അവർ പുറകെ വഴി പോകാൻ നിന്നപ്പോൾ കർത്താവ് അവളെ മുന്നിലേക്ക് വിളിച്ചു. പലപ്പോഴും ഇങ്ങനെയാ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ അടുക്കൽ ഒരു പരിപാടിയല്ല. പിന്നെയോ ദൈവത്തെ അന്വേഷിക്കേണ്ടത് കാര്യം നേടാൻ വേണ്ടി മാത്രമല്ല, എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവവൈതല നമ്മൾ തീരണം. അതാ വചനം പറ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാര്യം
നേടാൻ വേണ്ടി മാത്രമാണോ? ഇല്ലയോ, ഏത് സമയത്തും ആശ്രയിക്കുന്ന ഒരു ദൈവവേദനാണോ ഞാനും നിങ്ങളെന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാനിടയായി തീരണം. നമ്മളെന്തിനാ ദൈവത്തെ അന്വേഷിക്കുന്നത്? എന്തിനാ അന്വേഷിക്കുന്നത്? ആമോസിന്റെ പ്രവചനം ഒന്ന് വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. ആമോസിന്റെ പ്രവചനം 5-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? ആമോസിന്റെ പ്രവചനം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തിനാ ദൈവത്തെ അന്വേഷിക്കേണ്ടത്? യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ഓ, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്നാ? എന്നെ അന്വേഷിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. പ്രവാചകൻ ദൂത് വിളിച്ചു പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കണം. എന്തിനന്വേഷിക്കണം? നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിക്കണം. സോ തീർന്നില്ല. അന്നേരം 8-ാമത്തെ വാക്യം ഇവിടെ വായിച്ചോ. കാർത്തികയെയും മകൈരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാകുന്നു അവന്റെ നാമം. യഹോവ എന്നാകുന്നു അവന്റെ നാമം. സ്തോത്രം, ഹല്ലേലൂയ. ആരെ അന്വേഷിക്കണം? ദൈവത്തെ അന്വേഷിക്കണം. എന്തിനന്വേഷിക്കണം? നീ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിക്കണം. സ്തോത്രം. നിന്റെ മൂക്കിൽ നിന്നൊരു ശ്വാസം പുറത്തേട്ടും അകത്തോട്ടും പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, പിന്നെയോ ഇന്ന് നിവർന്നിരിപ്പാൻ പോലും ആരോഗ്യം തന്ന ദൈവത്തെ ഒന്ന് സ്തുതിപ്പാനും ആരാധിപ്പാനും ഇന്ന് രാത്രികാലം എത്ര പേർക്ക് തയ്യാറാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മൾ കേട്ടില്ലേ, അനർത്ഥങ്ങൾ വ്യസനകരമായി തീരാതെ വേണം, നമ്മുടെ ചുറ്റും അനർത്ഥങ്ങൾ പതിയിരുന്നപ്പോഴും അതിനൊന്നും ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം, എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ വേണം, നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ഒരു അനർത്ഥം വരാതെ വേണം ദൈവം നമ്മെ പരിപാലിച്ചല്ലേ. അത് ആ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രികാലം യഹോവയെ അന്വേഷിക്കുവാൻ, നീ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. സ്തോത്രം, അല്ലെങ്കിൽ തകർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം. ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം. വാടി പോകാതിരിക്കണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം. സ്തോത്രം, വീണ് പോകാതിരിക്കണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ. ദൈവത്തെ അന്വേഷിക്കുന്ന മാത്രമേ നിത്യജീവനുള്ളൂ. അങ്ങനെയാണെങ്കിൽ മരിച്ചാലും ജീവിക്കണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ ദൈവത്തെ തീർന്നില്ല. 119 സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യമുണ്ട്. ഒത്തിരി വാക്യങ്ങൾ വായിപ്പിക്കുന്ന നമ്മുടെ അത് ചിന്തയ്ക്ക് വേണ്ടിയാ. സ്തോത്രം. 119 സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നത്, ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. സ്തോത്രം. ജീവിച്ചിരിക്കണ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യണം? പ്രമാണിക്കണം. വചനം അനുസരിക്കണം. വചനം അനുസരിച്ചാലേ എന്തുള്ളൂ? നിലനിൽപ്പുള്ളൂ. ഇല്ലെങ്കിൽ മരിച്ചവനായിട്ടിരിക്കും. അതല്ലേ പറയുന്നത്? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. മരിച്ചവരുടെ ഇടയിൽ ഇരിക്കാനല്ല, ഉറങ്ങുന്നവരുടെ ഇരിക്കാനല്ല, അവിടെ നിന്ന് എഴുന്നേൽക്ക് ജീവൻ പ്രാപിക്കണമെങ്കിൽ സ്തോത്രം, ക്രിസ്തു പ്രകാശിക്കണമെങ്കിൽ വചനം നിന്റെ അകത്തുണ്ടായിരിക്കണം. വചനം അനുസരിക്കണം. ദൈവവചനം വായിച്ചാൽ മാത്രം പോരാ. സ്തോത്രം. അതല്ല യോശുവ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവന്മാരെ ആരാധിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവന്മാരെ എന്ത് വേണം ചെയ്യാം, പക്ഷേ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുവാനിടയായി തീരും. ഇനി ആരെന്തൊക്കെ ചെയ്തോട്ടെ, ഇനി ആരെ എന്തൊക്കെ പറഞ്ഞോട്ടെ, ഇനി ആര് എങ്ങനെയൊക്കെ പൊക്കോട്ടെ, പക്ഷേ വ്യക്തിപരമായ ഒരു തീരുമാനമുണ്ടോ ദൈവത്തിന്റെ സന്നിധിയിൽ? ഇനി മറ്റവൻ വീട്ടിലുള്ളവർ വന്നാലും ഇല്ലേലും, തലമുറ വന്നാലും ഇല്ലേലും, പിതാവ് വന്നാലും ഇല്ലേലും, മാതാവ് വന്നാലും ഇല്ലേലും, കുടുംബത്തിനകത്തുള്ള ആര് വന്നാലും ഇല്ലേലും, ഞാൻ എൻ്റെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുകയില്ലെന്നൊരു തീരുമാനമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ആ തീരുമാനത്തെ മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന്. അപ്പോൾ വചനം അനുസരിക്കണം. അതല്ലേ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, യോശുവയോട് പറയുന്നൊരു ദൂതുണ്ട്. അതിൻ്റെ 7-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം, യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ 8-ാമത്തെ വാക്യം വായിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ആ വാക്ക് ശ്രദ്ധിക്കണം. നല്ല ഉറപ്പ്. വെറും ഉറപ്പല്ല, നല്ല ഉറപ്പുണ്ടായിരിക്കണമെന്ന്. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന്. ജീസസ്. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രിയപ്പെട്ടവർ, അത് വിട്ട് എന്ത് ചെയ്യരുത്? ഇടത്തോട്ടോ
വലത്തോട്ടോ മാറരുത്. ദൈവം തന്ന ന്യായപ്രമാണം, ദൈവം യോശുവോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൂതാണ്, ഒരു ബലമാണ്. എൻ്റെ പൊന്നു യോശുവേ, മോശ എങ്ങനെയാണ് നടന്നത് നിനക്കറിയാം. ഇനി അടുത്തത് മോശയില്ല, ഇനി അടുത്തത് നീയാ. നിന്നെ ഇനി എങ്ങനെയാണ് നയിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? സ്തോത്ര. മോശ എങ്ങനെ എൻ്റെ സന്നിധിയിലായിരുന്നു നിനക്ക് നല്ലതുപോലെ അറിയാം. അടുത്തത് ഇനി നിനക്ക് മോശയേക്കാൾ ഉത്തരവാദിത്വമുണ്ട്. മോശ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ ഉത്തരവാദിത്വം പ്രാർത്ഥനയേക്കാൾ കൂടുതൽ. പ്രാർത്ഥന വേണ്ടതല്ല, പലതിനെ വെട്ടിപ്പിടിക്കാനുള്ളവനാണ് നീ. സ്തോത്ര. മോശയെ പോലെയല്ല. ഒത്തിരി മോശയോട് ഞാൻ പല വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. മോശയ്ക്ക് ഞാൻ പല അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മോശയ്ക്ക് ഞാൻ പല ജനത്തിന് ഞാൻ പല അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ജനം അത് പ്രാപിക്കണമെങ്കിൽ നീ മുൻനിരയിൽ നിന്ന് നീ അതിനെ വെട്ടിപ്പിടിക്കാൻ ഇടയായി തീരണം. വെട്ടിപ്പിടിക്കണമെങ്കിൽ സ്തോത്രം, കായിക ബലം പോരാ. പിന്നെയോ ദൈവത്തിന്റെ ന്യായപ്രമാണം നിന്റെ അകത്തുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, പല വാഗ്ദത്തങ്ങളും നമുക്ക് കയ്യെത്തി പിടിക്കണമെങ്കിലും ദൈവവചനം പുറത്തല്ല, വചനം നിന്റെ അകത്തുണ്ടായിരിക്കണം. ദൈവവചനം അകത്തുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ പല വാഗ്ദത്തങ്ങൾ ആത്മാവിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയും. ദൈവവചനം അകത്തുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ പല സ്തോത്രം സൗഖ്യങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയും. ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയും. ദൈവവചനം അകത്തുണ്ടെങ്കിൽ ഇതുവരെ പ്രാപിക്കാത്തൊരു ആത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ നമ്മെ ദൈവം സഹായിക്കുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രികാലം വചനം അകത്തുള്ളവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഈ ന്യായപ്രമാണത്തിൽ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. പലതിനും വെട്ടിപ്പിടിക്കണമെങ്കിൽ ഈ ന്യായപ്രമാണം നിന്റെ അകത്തുണ്ടായിരിക്കണം. പലതിനെ നേടണമെങ്കിൽ ഈ വചനങ്ങൾ നിന്റെ അകത്തുണ്ടായിരിക്കണം. സ്തോത്ര. ഹല്ലേലൂയ. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്? മാറരുത്. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്? മാറരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രികാലം ഞാൻ വളരെ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, വചനം അകത്തുണ്ടോ? നമ്മൾ ഇതുവരെ പ്രാപിക്കാത്ത ആത്മാവിന്റെ ആഴത്തിലേക്ക് ദൈവം നമ്മെ ഇറക്കിക്കൊണ്ടു പോകാനിടയായിത്തീരും. ചിലത് പ്രാപിക്കും. ഞാൻ വളരെ ആത്മാർത്ഥത്തോടെ പറയാം സ്തോത്ര, നമ്മുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. നമ്മുടെ അകത്ത് വചനമുണ്ടെങ്കിൽ ഒരു ആത്മാവിന്റെ ഒരു വലിയൊരു സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ പറ്റും കേട്ടോ. അകത്ത് വചനമുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടാവും കേട്ടോ. അകത്ത് വചനം ഉണ്ടായിരിക്കണം. സ്തോത്ര. ഇടത്തോട്ട് പറഞ്ഞ് മാറരുത്. അടുത്തത് 8-ാമത്തെ വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത്. നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? പോകരുത്, നീങ്ങി പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ജീസസ്. അത് രാവും പകലും എന്ത് ചെയ്യണം? അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ആഴ്ച ഒരിക്കലും ധ്യാനിക്കണമെന്നാണോ? സങ്കീർത്തനം ധ്യാനിക്കും പോലെ ആഴ്ച ഇല്ലല്ല, നീ രാവും പകലും അത് എന്ത് ചെയ്യണമെന്ന് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. കാരണം എന്താണെന്നറിയാമോ? നിനക്ക് ചിലത് വെട്ടിപ്പിടിക്കാനുള്ളതാ. പ്രിയപ്പെട്ടവരെ, അകത്ത് വചനമുണ്ടോ? വചനം അകത്തുള്ളവനെ പിശാച് പേടിക്കുമെന്നേ. സ്തോത്രം. കായിക ബലം കൊണ്ടല്ല പിശാച് പേടിക്കുന്നത്. അകത്ത് വചനമുണ്ടോ പൈശാചിക മണ്ഡലങ്ങൾ പോലും ഭയപ്പെടുവാൻ ഇടയായി തീരും. സ്തോത്രം. അകത്ത് വചനമുണ്ടോ? ഹല്ലേലൂയ. ഒരു ശക്തിയുടെ മുമ്പിലും നമ്മൾ പതറി പോകുകയില്ല. ഏത് സാഹചര്യത്തിലും അതിജീവിക്കാനുള്ള ആത്മശക്തി നൽകുന്നത് അകത്ത് വചനമുള്ളവന്റെ അടുത്താണ്. സ്തോത്രം. ഈ രാവും പകലും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ഓ ജീസസ്. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ പ്രവൃത്തി എന്ത് ചെയ്യുന്ന? സാധിക്കും. ഒരു ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, ഒരുപക്ഷെ അതൊരു പൂർത്തീകരണത്തിലേക്ക് നടക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രികാലം വചനം ഒരു ഉറപ്പ് നൽകുകയാ. ഈ വചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, ഈ വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, എവിടെയൊക്കെ പെൻഡിങ് വന്നത് ഇന്ന് രാത്രികാലം കർത്താവ് മാറ്റാൻ പോവുക. ചില പെൻഡിങ്ങുകളെ ദൈവം ഇന്ന് രാത്രികാലം മാറ്റാൻ പോവുക. മുടങ്ങിപ്പോയ ഇന്ന് രാത്രികാലം ദൈവം മാറ്റാൻ പോവുക. എവിടെയൊക്കെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ദൈവം മാറ്റാൻ പോവുകയാണെന്ന് ഇന്ന് രാത്രികാലം ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഒരു ദൂതുകായി മാറുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എവിടെയോ പകുതി വെച്ച് നിർത്തിയതിനെ, എവിടെയോ പൂർത്തീകരണത്തിലേക്ക് നടത്താത്തതിനെ, എവിടെയോ സ്തോത്രം ഹല്ലേലൂയ മതി എന്ന് പറഞ്ഞതിനെ ഇന്ന് രാത്രികാലം ആത്മാവ് പറയുകയാ. സ്തോത്രം. ഒരു പൂർത്തീകരണത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്താൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഒരു ദൂതായി മാറുകയാ. നിന്റെ
പ്രവൃത്തി സാധിക്കാൻ പോകുകയാ. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഇന്ന് രാത്രികാലം ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ജീസസ് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എവിടെയൊക്കെ പെൻഡിങ് ആയത്, എവിടെയൊക്കെ മുടങ്ങിപ്പോയത്, എവിടെയൊക്കെ മുറിഞ്ഞു പോയത്, എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയത്, എവിടെയൊക്കെ തീർന്നെന്ന് കരുതിയത് ഇന്ന് രാത്രികാലം ഇല്ല, തീർന്നിട്ടില്ല, ദൈവമേ, അവസാനിച്ചിട്ടില്ല, മുടങ്ങിപ്പോയിട്ടില്ല. ജീസസ്, നിന്റെ കയ്യിൽ നിന്ന് രാത്രികാലം ലഭിക്കത്തക്കവണ്ണം നിന്റെ വചനം നിന്റെ അകത്തുണ്ടോ, വചനം നിന്റെ ഹൃദയത്തിലുണ്ടോ, വചനം നിന്റെ അതരത്തിലുണ്ടോ? ഇല്ലല്ല, അത് തീർന്നു പോയിട്ടില്ല. ഉദവന ഹന്തുര രികനകടകെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. The name of Jesus, the name of Jesus, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുക ദൈവവേദന. ഞാൻ ആത്മാവിൽ ഞാൻ വിശ്വസിക്കുക. ആമേൻ, സ്തോത്രം. എവിടെയൊക്കെ പകുതി വെച്ച് നിർത്തിയതിനൊക്കെ കർത്താവ് അതിനെ തുടങ്ങാൻ പോവുകയാണെന്ന്. ആമേൻ, ഫുൾ സ്റ്റോപ്പ് ഇട്ടതിനൊക്കെ ഒരു കോമ ഇടാൻ പോവുകയാണെന്ന് എത്ര പേര് രാത്രിക്കാലം വിശ്വസിക്കുന്നുണ്ട്? നീ ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീർന്നെന്ന് ആമേൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇല്ലല്ല, ദൈവാത്മാവ് പറയുകയാ അത് തീർന്നിട്ടില്ല, അത് നീ ഫുൾ സ്റ്റോപ്പ് ഇടരുത്, അതൊരു കോമ ഇടാൻ പോവുകയാ. കോമ ഇട്ട് അതിനർത്ഥം അടുത്ത സെന്റൻസ് തുടങ്ങണമെന്ന്. ദൈവം നിനക്ക് വേണ്ടി അടുത്തൊരു സെന്റൻസ് എഴുതാൻ പോവുകയാ. ദൈവം നിനക്ക് വേണ്ടി അടുത്തൊരു അധ്യായം തുടങ്ങാൻ പോവുകയാ. ദൈവം നിനക്ക് വേണ്ടി അടുത്തൊരു പാരഗ്രാഫ് തുടങ്ങാൻ പോവുകയാ. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാ. തീർന്നെന്ന് പറഞ്ഞില്ല, തീർന്നെന്ന് പറഞ്ഞതിന് ഇന്ന് രാത്രികാലം കർത്താവ് പറയുകയാ ഇല്ലല്ല, ഒരു തീർന്നിട്ടില്ല, അത് തുടങ്ങാൻ പോവുകയാ. ആമേൻ. ജീസസ് ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക്. അപ്പൊ നമ്മൾ തീർന്നെന്ന് പറഞ്ഞ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിനൊക്കെ കർത്താവ് കോമയിടും. സ്തോത്രം. കോമയിട്ട് അതിന്റെ അർത്ഥം അടുത്ത തുടങ്ങാൻ പോകുന്ന, കോമയിട്ട് അടുത്ത സെന്റൻസ് ആരംഭിക്കാൻ പോവുകയാണെന്ന. എവിടെയൊക്കെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയതിനെ കർത്താവ് തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് രാത്രിക്കാലം വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവവേദനേ, കർത്താവ് ഒരിക്കലും മാറത്തില്ല. കർത്താവിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് സാഹചര്യങ്ങളെ മാറ്റുവാൻ വിശ്വസ്തനായ കർത്താവാണ്. നമ്മുടെ ദൈവത്തിന് അത് കഴിയുമെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ വിശ്വസിക്കുക. സ്തോത്ര. അപ്പോൾ ദൈവത്തെ നാം ജീവിച്ചിരിക്കേണ്ടതിനെ യഹോവ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. രണ്ട്, പെട്ടെന്ന് ഞാനൊരു വിഷയത്തിലോട്ട് വരാം. രണ്ട്, നമുക്കറിയാം 34 സങ്കീർത്തനം 10 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ബാലസിംഹങ്ങളോ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. അല്ലെ, പാട്ടുകാരൻ പറഞ്ഞില്ലേ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ലെന്ന്. ദൈവത്തെ അതാ പറഞ്ഞ, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, പക്ഷെ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും ഏതൊക്കെ നന്മകൾ മുടങ്ങിപ്പോയെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ലില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്ന ദൈവമല്ല. ഒരു നന്മയും മുടക്കത്തില്ല. തക്ക സമയത്തിന് ഇല്ലേ, ദർശനത്തിന്റെ അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വൈകിയാലും വരും, അവൻ നിശ്ചയം താമസിക്കുകയുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മുടക്കുന്നവനല്ല. നമ്മുടെ കർത്താവ് ഒരു മുടക്കിയല്ല. എന്തെങ്കിലും പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അവൻ മുടക്കുന്ന ദൈവമല്ല, അവൻ തുടക്കമിടുന്ന ദൈവമാ. സ്തോത്രം. ഇന്ന് മുടക്കുന്ന ദൈവം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം മുടക്കുന്നവനല്ല, അവൻ തുടക്കമിടുന്നവനാ. സ്തോത്രം. അവൻ മുടക്കുന്നവനല്ല. എവിടെയെങ്കിലും മുടങ്ങിപ്പോയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ മുടക്കുന്നവനല്ല, അവൻ തുടക്കമിടുന്ന ദൈവമാ. ഈ രാത്രികാലം ആരുടെയൊക്കെ ജീവിതത്തിൽ ചില തുടക്കത്തിന്റെ രാത്രികാലമാ. ഈ ഉപവാസ പ്രാർത്ഥന 3 ദിവസത്തിന്റെ തുടക്കത്തിന്റെ രാത്രികാലമാണെങ്കിൽ നിന്റെ വിഷയത്തിന്റെ തുടക്കത്തിന്റെ രാത്രികാലമാ. നിന്റെ വിഷയത്തിന്റെ മറുപടിയുടെ തുടക്കത്തിന്റെ രാത്രികാലമാ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാ. അപ്പൊ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും എന്ത് ചെയ്യത്തില്ല, മുടക്കം വരികയില്ല. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് വേഗത്തിൽ ഞാൻ വിഷയത്തിലോട്ട് വരാം. സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകം 26 അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അടുത്തൊരു നന്മ പറയുന്നത്. 2 ദിനവൃത്താന്തം 26 അതിന്റെ 5-ാമത്തെ വാക്യം, 26-ന്റെ 5. 2 ദിനവൃത്താന്തം 26-ന്റെ 5. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ദൈവം അവന് അഭിവൃദ്ധി നൽകി. എത്ര നാൾ ദൈവത്തെ അന്വേഷിക്കോ അത്ര നാൾ അഭിവൃദ്ധി ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും.
ദൈവത്തിന്റെ പ്രത്യേകതയാ. എത്ര നാൾ അതെ അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകുവാനിടയായി തീർന്നു. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന നാളോളം ശൂന്യതകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന നാളൊക്കെയും അമേസ്ത്രം അല്ലെങ്കിൽ വറ്റാത്ത ഉറവ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനിടയായി തീരും. നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. രണ്ട്, യഹോവയെങ്കിലേക്ക് എന്ത് ചെയ്യണം? തിരിയണം. അമേ ഒന്ന് യൂട്ടേൺ അടിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരത്തെക്കാൾ ഉയർന്നു നിൽക്കണമെങ്കിൽ ഒന്ന് ദൈവത്തിലേക്ക് എന്ത് ചെയ്യണം? തിരിയണം. സ്തോത്രം. ദൈവമുഖത്തേക്കൊന്ന് തിരിയണം, ദൈവമുഖത്തേക്കൊന്ന് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുവാൻ ഇടയായത്. ദുഷ്ടന്റെ വഴിയിൽ നിന്നും നീതികെട്ടവന്റെ വഴിയിൽ നിന്നും ഒന്ന് തിരിഞ്ഞ് യഹോവയെങ്കിലേക്ക് തിരിയുവാൻ ഇടയായി തീരട്ടെ എന്ന് യഹോവയെ ദൈവം അരുളി ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ദൈവത്തെ അന്വേഷിക്കണം, രണ്ട് ദൈവത്തിലേക്കൊന്ന് തിരിയുവാൻ ഇടയായി തീരണം. സ്തോത്ര. അപ്പന്റെ മുഖത്തേക്കൊന്ന് രാത്രികാലം നോക്കുവാൻ ഇടയായി തീരണം. ആ അപ്പൻ നമുക്ക് വലിയ ചെയ്യുന്ന അപ്പനാ. അപ്പന്റെ അടുക്കൽ നിന്ന് മാറിപ്പോകുവാൻ നമ്മുടെ ജീവിതം വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ദൈവത്തെ നോക്കി, എന്നെ നോക്കി വിളിച്ചു പറയുന്നു, കർത്താവിന്റെ അടുക്കലേക്ക് നമ്മെ തന്നെ തിരിയുവാൻ ഇടയായി തീരുമെങ്കിൽ അപ്പൻ മകന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഇന്ന് രാത്രികാലം നാം പ്രാപിക്കുവാൻ ഇടയായി തീരും. ഒരു അപ്പൻ തന്റെ മകന് കൊടുക്കുന്ന അനുഗ്രഹം ചെറുതല്ല. ഒരു അപ്പൻ തന്നെ മകന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ സ്തോത്രമല്ലേ, ചെറുതല്ല, ചില്ലറയല്ല. ഒരു അപ്പൻ തന്നെ മകന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ വിലപ്പെട്ടതാ, വിലയേറിയതാ, മാന്യതയാ. മറ്റുള്ളവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറമായി അനുഗ്രഹങ്ങളും നന്മകളും ഉറവിടങ്ങള് പൊസിഷനുകളൊക്കെ നൽകുവാൻ ആ നല്ല അപ്പൻ വിശ്വസ്തനായിരിക്കുക. ഇന്ന് രാത്രികാലം അപ്പന്റെ മുഖത്തേക്ക് തിരിയുവാൻ ആര് തയ്യാറാകുമോ അവർക്ക് വേണ്ടിയാണ് ദൈവം തന്റെ പദ്ധതി മാറ്റുവാൻ ഇടയായി തീരുന്നതെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വചനത്തിന്റെ ഉറപ്പിൽ വിളിച്ചു പറയുകയാ. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ മുടിയനായ പുത്രൻ ഒരു പുത്രനുണ്ടായിരുന്നു. സ്തോത്ര. അപ്പന്റെ അടുക്കൽ നിന്ന് പല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് പല നന്മകൾ അനുഭവിച്ച് ഒരിക്കൽ അവനൊരു ആഗ്രഹം തോന്നി. എന്താ? അപ്പനെ വിടാം, ഭവനം വിടാം, അപ്പന്റെ സുഖ സൗകര്യങ്ങൾ വിടാം, അപ്പന്റെ നന്മകൾ വിടാം, അപ്പന്റെ അനുഗ്രഹങ്ങൾ വിടാം. ഇതെല്ലാം വിട്ട് അപ്പ എനിക്കുള്ള അവകാശം നൽക്, ഞാൻ എവിടെയെങ്കിലും പോയി ഒന്ന് ജീവിക്കട്ടെ, ഒന്ന് സ്തോത്രം അല്ലെങ്കിൽ സുഖ സൗകര്യത്തോടെ ഒന്ന് ജീവിക്കട്ടെ. അപ്പന്റെ ഈ സൗകര്യത്തെക്കാൾ വലിയൊരു സൗകര്യം പുറം ലോകത്തുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പ എനിക്കുള്ള നന്മകളൊക്കെ എനിക്ക് താ, എനിക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് താ, എന്റെ വസ്തുവകളൊക്കെ എനിക്ക് താ എന്ന് പറഞ്ഞ് അപ്പന്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് പോയ ഒരു മുടിയനായ പുത്രനെ കുറിച്ച് നമുക്കറിയാം. സ്തോത്ര. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്, അപ്പന്റെ അടുക്കൽ നിന്ന് പലതും പ്രാപിച്ചിട്ട് അപ്പന്റെ സന്നിധി വിട്ടപ്പോ അവൻ പ്രാപിച്ചതൊക്കെ ചോർന്നു പോകാനിടയായി തീർന്നു. ദൈവം നമുക്ക് നൽകുന്ന പലതും പ്രാപിച്ചുകൊണ്ട് അപ്പന്റെ സാന്നിധ്യമില്ലാതെ എവിടെ പോയിരുന്നാല് പ്രിയപ്പെട്ടവർ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതൊക്കെ ചോർന്നു പോകും, അതൊക്കെ നശിച്ചു പോകും, അതൊക്കെ തീർന്നു പോകും. ഈ മകനും അങ്ങനെ തന്നെ ചെയ്തു. എങ്ങോട്ട് പോയി? ദൂരയാത്ര പോയി. അപ്പന്റെ സാന്നിധ്യമില്ലാത്ത അപ്പന്റെ സ്നേഹം കിട്ടാത്ത, അപ്പന്റെ കണ്ണെത്താത്ത ദൂര ദേശത്തേക്ക് യാത്ര ചെയ്ത് തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തി കൂട്ടുകാരോടൊത്ത് ഉല്ലസിച്ച് നടന്ന് അപ്പം കൊടുത്ത സകല സമ്പാദ്യങ്ങളും അപ്പം കൊടുത്ത സകല അവകാശങ്ങള് നഷ്ടപ്പെടുത്തിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സ്തോത്ര പന്നിക്ക് കൊടുക്കുന്ന വാള വരെ തിന്നാൻ ആഗ്രഹിച്ച് അതും കിട്ടാതിരുന്ന് സ്തോത്ര അവസാനം അവനൊരു ബുദ്ധി വന്നു, അവനൊരു ഓർമ്മ വന്നു. അവൻ അപ്പനിലേക്കൊന്ന് തിരിഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ, എൻ്റെ അപ്പന്റെ അടുക്കൽ പോയിരുന്നെങ്കിൽ, എൻ്റെ അപ്പന്റെ ഭവനത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു, ഈ അവസ്ഥ വരത്തില്ലായിരുന്നു, എനിക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പന്റെ ഭവനത്തിൽ കിട്ടുമായിരുന്നു. എന്നാൽ അപ്പൻ തന്നതിലൊക്കെ എന്ത് ചെയ്തു? അപ്പന്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് സകലം നഷ്ടമാകുവാൻ ഇടയായിത്തീർന്നു. ഞാൻ തിരിച്ച് എൻ്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവും. അപ്പനോട് ഞാൻ പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് ഒരു യോഗ്യതയില്ല, നിന്റെ നിന്റെ ഒരു വേലക്കാരനെ പോലെയെങ്കിൽ എന്നെ ആക്കണമേ എന്ന് ഞാൻ പോയി അപ്പനോട് പറയുമെന്ന് പറഞ്ഞ് അപ്പന്റെ അടുക്കലേക്ക് തിരിച്ചുപോയ ഒരു മകനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ആ മകൻ അപ്പന്റെ അടുക്കൽ പോയി അപ്പന്റെ മുമ്പിൽ വന്ന് കേണ് കരഞ്ഞ് അപേക്ഷിപ്പാൻ ഇടയായിത്തീർന്നു. നമ്മളവിടെ വായിക്കുന്ന എങ്ങനെയാ? ആ ദൂരെ നിന്ന് വരുന്നത്, ആ മകൻ വരുന്നത് അപ്പം കണ്ടിട്ട് ആ മകനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അപ്പനെ മാറോടണയ്ക്കുന്ന ഒരു അപ്പന്റെ സ്നേഹം ഇന്ന് രാത്രികാലം എത്ര പേർ തിരിച്ചറിയുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോക മനുഷ്യർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തള്ളിക്കളയുമ്പോൾ നമുക്ക് നല്ലൊരു അപ്പനുണ്ട് കേട്ടോ. ആ അപ്പന്റെ അടുക്കലേക്ക് നീ ഇന്ന് രാത്രികാലം ഒന്ന് മടങ്ങി വന്നു കഴിഞ്ഞാൽ, ഒന്ന് കണ്ണുനീരൊഴുക്കി കഴിഞ്ഞാൽ, നിന്റെ വേദനകളൊന്ന് പങ്കുവെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഭാരമൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, നിന്റെ അപ്പൻ തന്നെ തള്ളിക്കളയുന്ന അപ്പനല്ല, പിന്നെയോ നിന്നെ മാറോട് ചേർത്ത്, നിന്നെ ചേർത്ത് പിടിച്ച്, നിന്റെ കുറവുകളെ ക്ഷമിച്ച്, നിന്റെ ബലഹീനതകളെ മാറ്റിവെച്ച് നിനക്ക് വേണ്ടി വീണ്ടും അധികാരങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാൻ ആമേ ശക്തനായ ഒരു അപ്പൻ ഇന്ന് രാത്രികാലം ഈ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാ. ജീസസ്. ആ അപ്പന്റെ സ്നേഹം തിരിച്ചറിയുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ആ അപ്പൻ, ഹല്ലേലൂയ, ഇതിനകത്ത് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ അപ്പന്റെ മാറോട് ചേരാൻ എത്ര പേര് രാത്രികാലം ഒരുക്കമാണ്. സ്തോത്രം. അപ്പൻ തന്നെ ഇന്ന് രാത്രികാലം വിളിക്കുകയാ. ആമേ, അവങ്കിലേക്കൊന്ന് തിരിയുകയാണെങ്കിൽ ആമേ അപ്പൻ തന്നെ ചേർത്ത് പിടിക്കാനിടയായി തീരും. ആമേ 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 ഒന്ന് കർത്താവിലോട്ടൊന്ന് തിരിയണം. കർത്താവിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ മകൻ നമുക്ക് അവിടെ വായിക്കുന്നത് നമുക്ക് അതൊക്കെ സുപരിചിതം, അതോ ഞാൻ എടുത്ത് വായിപ്പിക്കാം. ആ മകൻ, ആ അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അവന് നല്ല വസ്ത്രങ്ങൾ കൊടുപ്പാനിടയായി. പുതിയ വസ്ത്രങ്ങൾ കൊടുത്തു, പുതിയ വസ്ത്രങ്ങൾ. അധികാരങ്ങൾ, മോതിരം, അധികാരം കൊടുത്തു. തടിച്ച കാളക്കുട്ടിയ വലിയ വിരുന്ന് കഴിച്ചു. കാരണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് തിരിച്ചു മടങ്ങി വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ മടങ്ങി വന്ന നമ്മുടെ അപ്പൻ എന്തുമാത്രം സന്തോഷിക്കും പ്രിയപ്പെട്ടവരെ. അപ്പനുടെ അടുക്കലേക്കൊന്ന് ചേർന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പൻ എന്തുമാത്രം സന്തോഷിക്കും. നമ്മൾ സന്തോഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ അപ്പൻ നമ്മളെ ഓർത്ത് സന്തോഷിക്കുവാൻ ഇടയായി തീരുക. സന്തോഷം കൊണ്ട് അപ്പൻ ചെയ്യുന്ന കാര്യം കണ്ടു. ആ മകനെ ആളുമാറിയവനെ പോലെ പൊതുജനത്തിന്റെ മുമ്പിൽ നിർത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, അപ്പന്റെ അടുക്കലേക്ക് നീ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഒരാള് മാറിയവനെ പോലെ നിന്നെ നിർത്തുവാൻ, ഒരാള് മാറിയവനെ പോലെ നിന്നെ ശുശ്രൂഷ നൽകുവാൻ, ഒരാള് മാറിയവനെ പോലെ ഒരു പദവി നൽകുവാൻ, ഒരാള് മാറിയവനെ പോലെ നിനക്ക് ജോലി നൽകുവാൻ, ഒരാള് മാറിയവനെ പോലെ കൃപ നൽകുവാൻ, ഒരാള് മാറിയവനെ പോലെ ഒരു ആത്മീയ പൈതലാക്കുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാ. അതിനാ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ പൈതങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അപ്പുറമാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ പല പദ്ധതികളെയും ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് അതിനെ ഇടിക്കും. കർത്താവ് അതിനെ ഇടിക്കും. നല്ലൊരു പണിക്കാരൻ ചെയ്യുന്ന കാര്യം എന്താ പറയുക? പണിതതിന്റെ മുകളിൽ കൂടെ പണിയുന്നവനല്ല യഥാർത്ഥ പണിക്കാരൻ. ആമേൻ, സ്തോത്രം. പണിതത് തെറ്റാണെങ്കിൽ അതിനെ ഇടിക്കുന്നവനാണ് യഥാർത്ഥ ഒരു പണിക്കാരൻ. പണിതതിന്റെ മുകളിൽ കൂടെ മെയിൻ്റെനൻസ് പണി ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവം മെയിൻ്റെനൻസ് പണിക്കാരനല്ല. നമ്മുടെ ദൈവം ഒരു പണി ചെയ്താൽ അതിന്റെ മഹത്വം അവൻ ചെയ്തിരിക്കാനിടയായി തീരും. ഒരു കുശവൻ തന്റെ കയ്യിൽ ഒരു കളിമണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാ, കുശവൻ ആദ്യം കളിമണ്ണിനെ എന്ത് ചെയ്യുന്നറിയോ? നല്ലതുപോലെ ഇടിച്ച് അതിനെ നല്ലതുപോലെ കുഴയ്ക്കാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നമ്മെ കർത്താവിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് ചെയ്യുന്ന നല്ലതുപോലെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അതിനെ കുഴച്ച് ഒരു പരുവമാക്കും. കളിമണ്ണ് പറയും, എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുശവൻ പറയും, അല്പനിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അല്പനേരത്തേക്ക് മാത്രം നീ വേദന സഹിച്ചാൽ മതി. നീ അല്പം ഒന്ന് കണ്ണടച്ചാ മതി. അത് ആ നല്ല കുശവന്റെ വാക്ക് കേട്ട് ഈ കളിമണ്ണ് അല്പം ഒന്ന് കണ്ണടയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. അല്പ നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ കളിമണ്ണ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. തുടക്കത്തിൽ ഞാൻ ഇരുന്ന ഒരു വല്ലാത്തൊരു കുഴഞ്ഞ രൂപത്തിലല്ല ഇപ്പൊ എന്നെ ഒരു മനോഹരമായ ഒരു പാത്രമാക്കി ആ കുശവൻ തീർത്തിരിക്കുന്നു. അപ്പോൾ ആ
കളിമണ്ണിന് മനസ്സിലാകും, ഇപ്പോൾ എൻ്റെ പേര് കളിമണ്ണല്ല, ഇപ്പോൾ എൻ്റെ പേര് മനോഹരമായ ഒരു പാത്രമെന്ന. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, അല്പമൊക്കെ വേദന നീന്ന് രാത്രികാലം സഹിക്കുന്നുണ്ടെങ്കിൽ, അല്പമൊക്കെ ഭാരം നീന്ന് രാത്രികാലം സഹിക്കുന്നുണ്ടെങ്കിൽ, അല്പമൊക്കെ കഷ്ടത ഇന്ന് രാത്രികാലം നീ സഹിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു കുശവ ഇന്ന് രാത്രികാലം എന്നെ കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രികാലം ഏതൊക്കെയോ കളിമണ്ണുകളെ ആ കുശവൻ എടുത്തിട്ടുണ്ടെന്ന് ആത്മാവ് പറയുകയാ. അവൻ എടുത്തത് എന്തിനാണെന്നറിയാമോ? അവൻ പണിയാൻ വേണ്ടിയാ. അവൻ എടുത്തത് എന്തിനാണെന്നറിയാമോ? മനോഹരമായ ഒരു പാത്രമാക്കുവാനാ. അവൻ എടുത്തത് എന്തിനാണെന്നറിയാമോ? അവൻ അനേകം പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു പാത്രമാക്കി ഇന്ന് രാത്രികാലം ആരെയൊക്കെ ദൈവം എടുക്കാൻ പോവുകയാ. ആര് സമർപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. സമർപ്പിക്കുന്നവർക്ക് വേണ്ടി ഒരു മനോഹരമായ പാത്രം ഇന്ന് രാത്രികാലം പുറത്തു വരികയാ. ഓരോ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഓരവനെ അത്തുര അരികനകടകെ അതരവലവ ശന്തുനകടകരികശ്വസ്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ കളിമണ്ണ് ഇപ്പോൾ നോക്കിയപ്പോൾ എന്റെ രൂപം മാറി, എന്റെ അവസ്ഥ മാറി, എന്റെ സ്തോത്രം എന്റെ സൗന്ദര്യം മാറി. കാരണം ആർക്കും പ്രയോജനമില്ലാത്ത ഒരു കുഴഞ്ഞ കളിമണ്ണായി കിടന്ന ഞാൻ ആ നല്ല കുശവന്റെ കയ്യിൽ കൊടുത്തപ്പോൾ എന്റെ ചിന്തകളെ പോലും മാറ്റിമറിക്കുന്ന ഒരു മനോഹരമായ ഒരു പാത്രമാക്കി ആ കുശവൻ തീർത്തെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഇവിടെയൊക്കെ ഏതൊക്കെ നല്ല പാത്രങ്ങളാക്കി ദൈവം മെനഞ്ഞുകൊണ്ടിരിക്കുക. ചിലരെ നീ ഇപ്പോൾ അനുഭവിക്കുന്ന കണ്ണുനീര് നാളത്തെ ഒരു പാത്രമാകട്ടോ. എനിക്കറിയത്തില്ല. ഈ വചനം പറഞ്ഞപ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നൊരു വെളിപ്പാട് ഇങ്ങനെയാ. സ്തോത്രം. മനോഹരമായ അനേകം പാത്രങ്ങളൊക്കെ പല പൊസിഷനില് പല രൂപത്തിലേക്ക് ദൈവം അടുക്കി വെച്ചിരിക്കുന്ന എന്നെ കാണിക്കുകയാ. എനിക്കറിയത്തില്ല ആരോടൊക്കെ പറയുക, നീ ഒഴുക്കിയ ഓരോ കണ്ണുനീരും ഓരോ പാത്രങ്ങളാക്കി ദൈവം തന്നെ തീർക്കാൻ പോവുകയാണെന്ന് ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ഒരു ദൂത് കൈമാറുകയാ. നിന്റെ കണ്ണുനീര് ഒഴുക്കി കളഞ്ഞ നീ കണ്ണുനീരുണ്ടല്ലോ, അത് ദൈവം മറന്നു കളഞ്ഞിട്ടില്ല കേട്ടോ. അവനത് തുരുത്തിരി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നീ അനുഭവിച്ച വേദന എന്റെ കർത്താവ് മനോഹരമായ പാത്രങ്ങളാക്കി ഇന്ന് രാത്രികാലം നിന്നെ തീർത്തുകൊണ്ടിരിക്കുകയാ. ഓ ജീസസ്, ഓ ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നിന്റെ കണ്ണുനീരൊക്കെ പാത്രങ്ങളായിക്കൊണ്ടിരിക്കുക, മനോഹരമായ പാത്രങ്ങളായിക്കൊണ്ടിരിക്കുക. പല ഡിസൈനുകൾ, പല നിറത്തിലുള്ള, പല രൂപത്തിലുള്ള. നമുക്കറിയാം, നല്ലൊരു മനോഹരമായ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ല ഡിസൈനുള്ള പാത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് ഉടക്കും അല്ലേ. നമുക്ക് ഉപയോഗമില്ലെങ്കിലും നമ്മളൊന്ന് നോക്കിക്കൊണ്ടിരിക്കും. സ്തോത്ര, ഇതെടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ വീട്ടിലത് ഉപയോഗമില്ലെങ്കിലും അതിന്റെ ഭംഗി കണ്ടിട്ടെങ്കിലും വില എത്രയാണെങ്കിലും വിഷയമില്ല, അതിന്റെ ഭംഗി കണ്ടിട്ടാണെങ്കിലും എടുത്ത് നമ്മുടെ വീട്ടിലെ ഷെൽഫിൽ വെക്കാൻ നമുക്കൊരാഗ്രഹം തോന്നൂല്ലേ. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിനു മുമ്പ് അത് അനുഭവിച്ച വേദനകൾ ചെറുതല്ല, വലുതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പല വേദനകളും ചെറുതല്ലായിരുന്നു, വലുതായിരുന്നു. അത്രത്തോളം വില കൊടുത്ത പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്തോത്ര, നിങ്ങളോട് എന്റെ ഉറപ്പല്ല, നിങ്ങളോട് വചനത്തിന്റെ ഉറപ്പ് പറയുകയാ. പല പാത്രങ്ങളാക്കി ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ പോവുകയാണ്. മനോഹരമായി അനേകം പേർക്ക് ഉപകാരമുള്ള പാത്രങ്ങളാക്കി ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ആരേൽപ്പിച്ചു കൊടുക്കും? ദൈവം. ഹല്ലേലൂയ. മനോഹരമുള്ള പാത്രങ്ങളെ ഈ രാത്രികാലം പണിതുകൊണ്ടിരിക്കുകയാ. സ്തോത്ര. നമ്മൾ ചിന്തിക്കും നമ്മുടെ കണ്ണുനീരൊക്കെ വെറുതെ. നല്ലല്ല, നമ്മുടെ ചിന്തയേക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവ് പോലും, ഞാൻ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കട്ടെ, ഏലിയാവ് പോലും പറഞ്ഞൊരു കാര്യമുണ്ട്. മതി യഹോവേ, മതി മതി. ഇവിടെ കൊണ്ടങ്ങ് മതി. ഞാനൊരു ആത്മാർത്ഥമായിട്ട് പറയണം, മതി പറയേണ്ടത് നമ്മളല്ല. മതി എന്ന് പറയേണ്ടത് നമ്മളല്ല, മതി എന്ന് പറയേണ്ടത് സ്വർഗത്തിലെ ദൈവം. കർത്താവ് നമ്മളെ കുറിച്ച് പറയും മതിയെന്ന്. അന്ന് മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ്. ഏലിയാവ് പറഞ്ഞത് മതി യഹോവേ, മതി. ഏലിയാവിന്റെ ചിന്ത നിർത്താമെന്ന. ഏലിയാവ് ചിന്തിച്ചത് ഇവിടം കൊണ്ടങ്ങ് നിർത്താമെന്ന. ഏലിയാവ് ചിന്തിച്ചത് ഇവിടം കൊണ്ടങ്ങ് ദൈവം ഏൽപ്പിച്ചത് ഇവിടം കൊണ്ടങ്ങ് നിർത്താമെന്ന. ഏലിയാവിന്റെ ചിന്ത അത് തന്നെ. അതുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ചത് മതി യഹോവേ, മതി, എന്റെ പ്രാണനെ നീ അങ്ങ്
എടുത്തുകൊള്ളണമേ. കാരണം ആമേൻ സ്തോത്രം, ഇസബേലിന്റെ അമ്മ പ്രവാചകം ഇസബേലിന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാളും നല്ലത് അമ്മ കർത്താവ് നീ എന്നെ അങ്ങ് എടുക്കുന്നതെന്ന് ഏലിയാവ് ചിന്തിച്ചത്. അതുകൊണ്ട് ഏലിയാവ് പറഞ്ഞു, മതി യഹോവേ മതി. ഏലിയാവിന്റെ ചിന്ത മതിയാക്കാമെന്ന്. എന്താ മതി എന്ന് പറഞ്ഞ ഏലിയാവ്? നമുക്കറിയാം അമേ സ്തോത്രം ഹല്ലേലൂയ, മരുഭൂമിയിൽ കിടന്നുറങ്ങിയ ഏലിയാവിന്റെ അടുക്കൽ, മതിന്ന് പറഞ്ഞവന്റെ അടുക്കലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കാനിടയായി. ആമേൻ. ദൈവം ദൂതനെ അയച്ചിട്ട് ഏലിയാവിനെ തട്ടി, അവിടെ തട്ടി ഉണർത്തി. ഏലിയാവിനെ വിളിച്ചു. ഏലിയാവ് എഴുന്നേറ്റു. ഉടനെ പറഞ്ഞു, ആമേൻ സ്തോത്രം, ആ ചുട്ട അട അല്ലെ വെള്ളവും എടുത്ത് കഴിക്കുക, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. മതിയെന്ന് പറഞ്ഞ ഏലിയാവിന്റെ അടുക്കലേക്ക് ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഏലിയാവേ നീ മതിയെന്ന് പറയും, പക്ഷെ തമ്പുരാൻ പറയുക നിനക്ക് ചില യാത്രകൾ ചെയ്യാനുണ്ടെന്നാണ്. നിനക്കൊരു ദൂരയാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് നീ എഴുന്നേറ്റ് എന്ത് ചെയ്യാ? തിന്നുക. കിടന്നുറങ്ങിയവനെ തട്ടി വിളിച്ച് എഴുന്നേൽക്കാൻ പറഞ്ഞ ദൂതൻ പറയാം, നീ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? കഴിക്കണം. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊന്ന് എഴുന്നേൽക്കണം. ആമേൻ. ഇരിക്കുന്ന ഇരിപ്പിന്ന് എഴുന്നേൽക്കാനല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എവിടെയാണോ നീ തളർന്നു പോയത്, എവിടെയാണോ നീ സ്തോത്രം അല്ലെങ്കിൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞത്, അവിടെ നിനക്കൊരു എഴുന്നേൽപ്പാ ദൈവം ആദ്യം നൽകാൻ പോകുന്നത്. എവിടെയാണോ ഏലിയാവ് തളർന്നു പോയെന്ന് പറഞ്ഞ് അവിടെ തന്നെ ദൈവം അവനെ ആദ്യം എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് നീ എന്ത് ചെയ്യുക? തിന്നു കുടിക്കുക, നിനക്കൊരു ദൂരയാത്ര ചെയ്യുവാനുണ്ട്. തീർന്നില്ല. വീണ്ടും കഴിച്ച് വീണ്ടും കിടന്നുറങ്ങിയവന്റെ അടുക്കലേക്ക് വീണ്ടും ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഏലിയാവേ നീ വീണ്ടും നീ കഴിക്കുക, നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദൂരയാത്ര ചെയ്യുവാനുണ്ട്. സ്തോത്ര, യാത്ര ചെയ്യുവാനുണ്ട്. അമേ സ്തോത്ര. ഏലിയാവ് ചിന്തിച്ചത് ഈ മരുഭൂമി കൊണ്ട് തീർന്നെന്നാണ്. എന്നാൽ തമ്പുരാൻ പറഞ്ഞത് ഈ മരുഭൂമി കൊണ്ട് തീർന്നിട്ടില്ല, നിനക്ക് ചിലരെ അഭിഷേകം ചെയ്യുവാനുണ്ട്. ചില രാജാക്കന്മാരെ, ചില പ്രവാചകന്മാരെ നിനക്ക് അഭിഷേകം ചെയ്യാനുണ്ട്. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല ഏലിയാവേ. നീ മതിയെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്റെ ചിന്തയെക്കാള്, നിന്റെ വിചാരത്തെക്കാള് ഒരു വലിയ വിചാരം നിന്റെ മേൽ എനിക്കുണ്ടെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നെന്ന് അറിയിച്ച ഏലിയാവിന്റെ അടുക്കൽ മതിയെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് മരുഭൂമിയെ കടത്തി ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ദൈവം അഭിഷേകം ചെയ്ത്, ചില പ്രവാചകന്മാരെ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രിക്കാലം പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആരോടൊക്കെ ദൈവാത്മാവ് പറയുക, ഇവിടം കൊണ്ട് തീർന്നെന്ന് നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടെങ്കിൽ ദൈവാത്മാവ് പറയും, ഇല്ലില്ല തീർന്നിട്ടില്ല കേട്ടോ, അവസാനിച്ചിട്ടില്ല കേട്ടോ, നീ അവസാനിപ്പിക്കാൻ നീ വരട്ടെ. ദൈവം പറയുകയാ, നീ മതിയെന്ന് പറയരുത്, നീ ബാലനെന്ന് പറയരുത്. കാരണം നിന്റെ അതരത്തെ തൊടുവാൻ, നിന്നെ തൊടുവാൻ, നിന്റെ ശരീരത്തെ തൊടുവാൻ, നിന്റെ ചിന്തകളെ തൊടുവാൻ, നിന്റെ വാഗ്ദത്തം തൊടുവാൻ സർവശക്തിയുള്ള യഹോവയായ ദൈവം ഇന്ന് രാത്രികാലം ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവൻ എന്നോട് പറയുകയാ, അവൻ നിന്നെ തൊടുവാൻ വിശ്വസ്തനാ. ഓ ജീസസ്, ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞു, ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്ന, ഈ മരുഭൂമി ഞാൻ തീർന്നെന്ന. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, മരുഭൂമിയിൽ പട്ടുപോകുമെന്ന് പറഞ്ഞ ഏലിയാവുണ്ടല്ലോ, മരുഭൂമിക്ക് പുറത്തിറക്കി ദൈവം ശുശ്രൂഷ തുടങ്ങിയെങ്കിൽ ആരോടൊക്കെ പറയുക, ഈ മരുഭൂമിയിൽ നീ പോകത്തില്ല, ഈ മരുഭൂമി നീ പട്ടുപോകത്തില്ല, ഈ മരുഭൂമി നീ തളർന്നു പോകത്തില്ല. മരുഭൂമി നിന്റെ അവസാനമല്ല, പിന്നെയോ മരുഭൂമി നിനക്കൊരു എഴുന്നേൽപ്പാ. മരുഭൂമി ദൈവം നൽകുന്നത് നിനക്കൊരു എഴുന്നേൽപ്പിന് വേണ്ടിയാ. ആരൊക്കെ ഇന്ന് രാത്രി കാലം എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ മരുഭൂമി നിനക്ക് ദൈവം വെച്ചിരിക്കുന്നത് ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. ഈ മരുഭൂമി ദൈവം നിനക്ക് വെച്ചിരിക്കുന്നത് ഒരു എഴുന്നേൽപ്പിനാ. സ്തോത്രം. ഹല്ലേലൂയ. ഹാഗാർ പോലും അതല്ലേ ചെയ്തത്. അബ്രഹാം കൊടുത്ത തുരുത്തിലെ വെള്ളവും അപ്പവും കൊണ്ട് ഹാഗാർ ബെർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നെന്നാ വായിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന സകല ആഹാരവും തീർന്ന് ഉഴന്ന് നടന്നു. അവൾക്ക് പോലും ബെർശേബ വരെ മാത്രമേ ഓടാൻ പറ്റിയുള്ളൂ. അതിനപ്പുറം അവൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ
മരുഭൂമിയിൽ ഒരു നീരറവ് തുറന്നേ മതിയാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ മരുഭൂമിക്കകത്ത് ആരൊക്കെയോ ഇന്ന് രാത്രിക്കാലം വേദനപ്പെടുന്നുണ്ട്. ഈ മരുഭൂമിയിൽ ആരൊക്കെ ഇന്ന് രാത്രിക്കാലം കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ഈ മരുഭൂമിയിൽ ആരൊക്കെ ഇന്ന് രാത്രിക്കാലം ആമേ നിലവിളിക്കുന്നുണ്ട്. അവരോട് പറയുകയാ, ഈ മരുഭൂമി കൊണ്ട് നീ തീർന്നെന്ന് വിചാരിക്കരുത്. ഈ മരുഭൂമി കൊണ്ട് നിന്റെ ആത്മീയം തീർന്നെന്ന് വിചാരിക്കരുത്. ഈ മരുഭൂമി കൊണ്ട് നിന്റെ ജോലി തീർന്നെന്ന് വിചാരിക്കരുത്. ഈ മരുഭൂമി കൊണ്ട് നിന്റെ ശുശ്രൂഷ തീർന്നെന്ന് വിചാരിക്കരുത്. ഈ മരുഭൂമി കൊണ്ട് നിന്റെ വാഗ്ദത്തം തീർന്നെന്ന് വിചാരിക്കരുത്. ഈ മരുഭൂമി ഒന്നിന്റെ അവസാനമല്ല, ഈ മരുഭൂമി ചിലതിന്റെ തുടക്കമാണെന്ന് ആമേ തിരിച്ചറിയുന്നവരെ ഓർത്ത് ഓ സ്തോത്രം ചെയ്യുകയാ. അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യതാട്ടെ. ഓ രമന ഹന്തുന രിഗനഗടകെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ മരുഭൂമി നിനക്കൊരു ആരംഭമാ. ഈ മരുഭൂമി നിനക്കൊരു ആരംഭമാ. ഈ മരുഭൂമി ദൈവം തന്നെ അയച്ചത് ആമേ ഒരു ഒടുക്കത്തിനല്ല കേട്ടോ, ചില തുടക്കങ്ങൾക്ക് വേണ്ടിയാ. ആദാ രാബ നാബ നാബ നാജ രാധ വേദ നാജ ഹസ്ത രാജ വേദ നാജ വീര ബാല ബൗഡ ബാല ഹസ്ത രാജ വേദ നാജ രീക നാജ വൈഡ ബാല. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ മരുഭൂമി നിലവിളിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ഈ മരുഭൂമി നിലവിളിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടപ്പാ. ഇത് ഒടുക്കമല്ല, ഇത് തുടക്കമാണെന്നുള്ളൊരു തിരിച്ചറിവ്. ആമേ തുടക്കമാണെന്നുള്ളൊരു ആത്മാവിന്റെ ഒരു തിരിച്ചറിവ് ഇന്ന് പ്രാപിച്ചുകൊണ്ട് ചിലർ എഴുന്നേൽക്കുക. ഏലിയാവ് എഴുന്നേറ്റതുപോലെ കർത്താവേ, ആമേ മാനുഷിക ചിന്തകളേക്കാൾ, മാനുഷിക വഴികളേക്കാൾ, മാനുഷിക ബുദ്ധിയേക്കാൾ ഉയർന്നതാണ് ദൈവത്തിന് ഞങ്ങളുള്ള വിചാരങ്ങൾ എന്നൊരു തിരിച്ചറിവ് ഇന്ന് പ്രാപിക്കുന്നവർക്ക് ഓർത്ത് സ്തോത്രം. യേശു കർത്താവ് മരുഭൂമിയിൽ ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എഴുന്നേറ്റ്. ആ മരുഭൂമിയിൽ യേശുവിനെ പോലും തകർക്കുവാൻ പിശാച് പല പരീക്ഷണങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ പരീക്ഷണങ്ങളൊക്കെ കർത്താവ് ജയിച്ചത് വചനം കൊണ്ടാ, വചനം കൊണ്ടാ. അതാ നമ്മൾ ആദ്യം ചിന്തിച്ചത്, ഈ വചനത്തിൽ നിന്ന് നീ ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറരുത്. പിശാചിനെ പോലും കർത്താവ് ജയിച്ചത് വചനം പറഞ്ഞ. അങ്ങനെയാണെങ്കിൽ വചനം പ്രിയപ്പെട്ടവരെ അകത്തുണ്ടോ, നിന്റെ സ്ഥിതി ദൈവം മാറ്റുവാൻ വിശ്വസ്തനാ. നിന്റെ റൂട്ട് തെറ്റിക്കുവാൻ പിശാച് ശ്രമിക്കും കേട്ടോ. നിന്റെ പാതകളെ മാറ്റുവാൻ പിശാച് ശ്രമിക്കുക. നിന്റെ വഴികളെ അടയ്ക്കുവാൻ പിശാച് ശ്രമിക്കുക. ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന വഴിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, കോട്ടിക്കളയുവാൻ പിശാച് ശ്രമിക്കും. എന്നാൽ നിന്റെ അകത്ത് വചനമുണ്ടെങ്കിൽ ഇന്ന് രാത്രികൾ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുക. വഴി ഇതാകുന്നത് പറഞ്ഞ് നിന്റെ വാഗ്ദത്തത്തെ മാറ്റിക്കളയുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ നിന്റെ സ്തോത്രം, നിന്റെ അവകാശങ്ങളെ മാറ്റിക്കളയുവാൻ, നിന്റെ നന്മകളെ മാറ്റിക്കളയുവാൻ, നിന്റെ ആത്മീയത്തെ കോട്ടിക്കളയുവാൻ ഇന്ന് രാത്രികാലം പിശാച് ശ്രമിക്കുമ്പോൾ ദൈവമൈതലേ, വചനം നിന്റെ അകത്തുണ്ടോ? വചനം നിന്റെ ഹൃദയത്തിലുണ്ടോ? വചനത്തിന് വേണ്ടി നീ ഏൽപ്പിച്ചു കൊടുക്കുവോ? വചനം ഹല്ലേലൂയ ആമേൻ നീ അധികാരത്തോടെ പ്രയോഗിക്കാൻ നീ തയ്യാറാകുമോ? എന്റെ കർത്താവ് പറയുകയാ, ആമേൻ ആത്മാവിന്റെ ശക്തിയോടെ വചനത്താല കർത്താവ് ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, വചനമകത്തുണ്ടോ? ആത്മാവിന്റെ ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയേക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. കണ്ണുകടയ്ക്ക ഒരു നിമിഷം. ശബാന ഹന്തുന അധികര ഘടക ശതുരാരിക. എനിക്കറിയാം മെസ്സേജ് ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല, എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പാണ്. ജീസസ് ഇന്ന് രാത്രികാലം ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. നമ്മളൊക്കെ പാടാറുണ്ട്, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമ്മുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, നമ്മുടെ ഹിതങ്ങളൊന്നും വേണ്ട. ഇന്ന് പല കണക്കുകൂട്ടലും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. എന്നിട്ട് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ വിചാരങ്ങൾ, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അത് പലരുടെയും ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. വചനം ഹൃദയത്തിൽ നിന്ന് മാറാതെ, വചനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാതെ. അമ്മീ യോസെഫ് പോലും പറഞ്ഞു, നിങ്ങളോ എൻ്റെ ദോഷം വിചാരിച്ചു, എന്നാൽ ദൈവമോ അതിനെ ഗുണമാക്കി തീർക്കുവാനിടയായിത്തീരും. ചില ദോഷങ്ങളൊക്കെ ഗുണങ്ങളാകാൻ പോവുകയാണ്. യെസ്
പല ദോഷങ്ങൾക്ക് ഗുണമായി തീരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളോ എൻ്റെ ദോഷം വിചാരിച്ചു, എന്നാൽ എൻ്റെ ദൈവമോ അതൊക്കെ ഗുണങ്ങളാക്കി തീർത്തെന്ന മനുഷ്യർ ദോഷം വിചാരിക്കുമ്പോൾ, ശത്രു ദോഷം വിചാരിക്കുമ്പോൾ, നിന്റെ എതിരികൾ ദോഷം വിചാരിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് ദോഷത്തിലോട്ട് പോകാതെ വണ്ണം അതിനെ ഗുണമാക്കി തീർത്ത എൻ്റെ അരുമനാഥന്റെ വാക്കാ. ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ സന്നിധി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വണ്ണം ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? അനേക ദോഷങ്ങൾ ചുറ്റിയിരിക്കുമ്പോൾ അതിന്റെ മധ്യേ ഗുണമാക്കി തീർക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം ജീവിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മെ തുടർന്നും പ്രാർത്ഥന ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിനം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദ്യമായി സംസാരിച്ചതിനാൽ നമുക്കെല്ലാവർക്കും കരമുയർത്തി ദൈവത്തെ വീണ്ടും വാഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടെത്താകുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ കണ്ടെത്താകുന്ന കാലത്ത് കർത്താവിനെ അന്വേഷിക്കുമ്പോഴുള്ള വിടുതലുകൾ, നമുക്ക് ജീവൻ ഉണ്ടാകും, നമുക്ക് അനുഗ്രഹങ്ങൾ ദൈവം തരുവാനിടയാകും. ഹല്ലേലൂയ. നാം ദൈവത്തെ അറിയുവാനിടയാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ രാത്രികാലം നമുക്കൊരിക്കൽ കൂടെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഏലിയാവ് ക്ഷീണിതനായി മതി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ഹല്ലേലൂയ ഏലിയാവിനെ തേടി വരുവാനിടയായി. ഹല്ലേലൂയ. അവന് ദൂരയാത്ര ദൈവം കൊടുപ്പാനിടയായി. ദൈവം അവനെ തട്ടി ഉണർത്തി പിന്നെയും മുന്നോട്ട് ഏറെ ശക്തിയോടെ ദൈവം നയിപ്പാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വിചാരങ്ങളല്ല നമ്മുടെ ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴികൾ ഉന്നതമായിരിക്കുന്നു. എല്ലാവർക്കും ഒരു നിമിഷം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ഓരോ നിമിഷവും അന്വേഷിപ്പാൻ, എപ്പോഴും അന്വേഷിപ്പാൻ, നന്മ ലഭിക്കേണ്ടതിന് മാത്രമല്ല, ചില വിടുതലുകൾ പ്രാപിക്കേണ്ടതിന് മാത്രമല്ല, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടായിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരേണ്ടതിന് ഒരു നിമിഷം നമ്മെ തന്നെ എല്ലാവരും നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവേ ഞാൻ അങ്ങേ അന്വേഷിക്കുന്നുവെന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാഹൃദ്യമായി നമ്മോട് ഇടപെട്ടല്ലോ. കർത്താവിന്റെ ദാസനെ ശക്തമായി നമ്മുടെ മധ്യകരങ്ങളിൽ എടുത്തല്ലോ. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിപ്പാൻ, ഹല്ലേലൂയ, കല്ലിയൂർ കാക്കാമൂല സഭയിൽ ശക്തമായി ആ ദേശത്ത് ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ, തന്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിപ്പാൻ, അയക്കുന്നിടത്തൊക്കെയും ശക്തമായി കർത്താവിന് വേണ്ടി പിന്നെയും നിലനിൽപ്പാൻ, ഹല്ലേലൂയ, അനേകരെ നേടുവാൻ കരങ്ങൾ എടുക്കേണ്ടതിന് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. തന്നെ അതിനായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശേഷാൽ നാളെയും മറ്റന്നാളും ഒക്കെയും നടക്കുന്ന ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന നമുക്ക് ഏവർക്കും വലിയ അനുഗ്രഹമാകുവാൻ, കർത്താവിന്റെ ദാസന്മാരെ തക്ക സമയങ്ങൾ നമ്മുടെ മധ്യത്തിൽ അയച്ചു തരുവാൻ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെല്ലാം ഏൽപ്പിച്ച് നാം ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ജോബൻ ജോസഫ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ ഈ രാത്രി ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ മാസം നടക്കുന്ന ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി കർത്താവ് ഞങ്ങൾക്ക് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ഒടുവിലായി ഞങ്ങളുടെ വചനത്തിൽ നിന്ന് കേൾപ്പാനൊക്കെ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ വചനം ശക്തമായി എൻ്റെ ദാസനെ സൂക്ഷിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. അതിനായി അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ വിചാരങ്ങളല്ല അങ്ങയുടെ വിചാരങ്ങളെന്നും, ഞങ്ങൾ കർത്താവെ അങ്ങയുടെ പദ്ധതിക്കായി ഞങ്ങൾ അങ്ങേ അന്വേഷിക്കണമെന്നും, കർത്താവെ ഹല്ലേലൂയ, കർത്താവ് ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും അങ്ങേ അന്വേഷിക്കണമെന്നും ഇന്ന് പകൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ആ വിലപ്പെട്ട ആലോചനകൾക്കായി സ്തോത്രം. കർത്താവെ ആ വചനത്തിന് മുമ്പ് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ മതി എന്ന് പറയാതെ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ഞങ്ങൾ കാൽച്ചുവട് വെപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ദൈവജന ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസനെ ദൈവം സഹായിച്ചല്ലോ കർത്താവേ. പിന്നെ മൂച്ചുകളെ ആയുധമാക്കി ദൈവം ഉപയോഗിക്കണമേ. ആയിരങ്ങൾക്ക് 10,000 പ്രയോജനമുള്ള ഒരു ദാസനാക്കി അങ്ങയുടെ
ദാസനെ ദൈവം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ടവളെയും 2 തലമുറകളെയും കരം വെച്ച് അനുഗ്രഹിക്കണമേ. ദാസൻ സൂക്ഷിക്കുന്ന കല്ലിയൂർ കാക്കാമര സഭയ്ക്കായി സ്തോത്രം. ആ ദേശത്തെ പ്രവർത്തനങ്ങൾ കർത്താവേ, ഗിദെയോന്റെ കാലത്ത് ദേശത്ത് സ്വസ്ഥത വന്നുവെന്നും കീഴടങ്ങാത്തത് കീഴടങ്ങി എന്ന് തലകുനിക്കാത്തത് തലകുനിച്ചു എന്ന് വായിക്കുന്നത് പോലെ ഒരു സ്വസ്ഥത ദേശത്ത് ദൈവം നൽകി വലിയ വിടുതലിന്റെ ഒരു കൊയ്ത്തിന്റെ കാലം ദൈവം ഒരുക്കി കൊടുത്ത് നിരവൃത്തിനെയും കൂടാരത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ആ സഭയെ ശുശ്രൂഷകളെ ആദരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ഇടിയുവാൻ ഞങ്ങളുടെ ദാസനെ കുറിച്ച് പാസ്റ്ററെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പിന്നെ ദാസനെയും കൂടാരമായ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കടന്നു വന്ന എല്ലാ പിതാക്കന്മാർക്കായി, മാതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞേക്കണമേ. അങ്ങനെ ഒരു താമസമെങ്കിൽ നാളെ പകലും രാത്രിയിലും മറ്റന്നാൾ പകലും രാത്രിയിലും സഭാരാധനയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വിലപ്പെട്ട ദാസന്മാരെ കർത്താവ് തക്ക സമയങ്ങളിൽ ഞങ്ങളുടെ മധ്യ അയച്ച് വിലപ്പെട്ട ആലോചനകൾ ദൈവം ഞങ്ങൾക്ക് തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വചനത്തിൽ ഉറയ്ക്കുവാൻ, വചനം ഞങ്ങൾ പ്രമാണിക്കുവാൻ, വചനം ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. കൃപയ്ക്കുള്ളിൽ പുതിയും സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ തന്നെ പേര് നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാചിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രാത്രി ദൈവം സൂക്ഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓർത്തുള്ള സകല വിഷയങ്ങളോടും ഈ രാത്രി ദൈവജന സൂക്ഷിച്ച കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഇവിടെ സൂക്ഷിക്കുന്ന കർത്തദാസന്മാരോടും ദൈവജനത്തോടും നമ്മുടെ മടക്കി യാത്രയോടും ഇപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ മഹത്വം പ്രത്യക്ഷമാകട്ടെ. ആമേൻ. ആരക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രികാലം കടന്നു വന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ ദാസൻ സജീവനോടുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. നാളെ പകലും രാത്രിയിലും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് യോഹന്നാൻ ആറ്റിങ്ങൽ കടന്നു വന്ന് നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കടന്നു വരിക. ദൈവം നമ്മെ സമാധാനത്തോടെ അയക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.